മഹാവിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിൽ തലസ്ഥാനമായി കരുതപ്പെടുന്ന പുണ്യക്ഷേത്രമാണ് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥസ്വാമി കോവിൽ. ഇവിടെ കുടികൊള്ളുന്ന രംഗനാഥസ്വാമിയെ വൈകുണ്ഠ ഏകാദശി നാളിൽ ദർശിച്ചു പ്രാർത്ഥിച്ചാൽ സർവ്വപാപങ്ങളും അകലുമെന്നാണ് ഐതിഹ്യം. ശ്രീരാമനും അദ്ദേഹത്തിന്റെ പൂർവികരും ആരാധിച്ചിരുന്ന മൂർത്തിയാണ് ഈ അനന്തശായിയായ ശ്രീരംഗനാഥസ്വാമി. രാവണൻ കടത്തിക്കൊണ്ടുപോയ സീതാദേവിയെ ശ്രീരാമൻ പല പരീക്ഷണങ്ങളെ അതിജീവിച്ച് മോചിതയാക്കി. രാവണനുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ തന്നെ സഹായിച്ചവർക്ക് ശ്രീരാമൻ തന്റെ പട്ടാഭിഷേക വേളയിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ആ സമയത്ത് തന്റെ സമീപത്തുണ്ടായിരുന്ന തനിക്ക് തുണയായി നിന്ന രാവണസോദരനായ വിഭീഷണനോട് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ശ്രീരാമൻ ചോദിച്ചു. അതിന് വിഭീഷണൻ നൽകിയ മറുപടി അയോധ്യയിലുള്ള രംഗനാഥന്റെ ശിലയെ തന്റെ നാട്ടിലേക്ക് ലങ്കയിലേക്ക് എടുത്തുകൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. രാമൻ മറുത്തൊന്നും പറയാതെ സന്തോഷത്തോടെ ആ വിഗ്രഹം കൊടുത്തയച്ചു. മടക്കവേളയിൽ യാത്രാമധ്യേ നിറഞ്ഞൊഴുകുന്ന കാവേരി നദി കണ്ട വിഭീഷണന് ആ നദിയിൽ മുങ്ങിക്കുളിക്കണം എന്ന ആഗ്രഹം അങ്കുരിച്ചു. അദ്ദേഹം ശില താഴെ വെച്ച് കുളിക്കാൻ നദിയിലിറങ്ങി. കുളി കഴിഞ്ഞ് മടങ്ങിയെത്തി വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് തെല്ലും ചലിച്ചില്ല. അവിടെ തന്നെ അത് ഉറച്ചുപോയി. ആ സ്ഥലത്താണ് ശ്രീരംഗം ക്ഷേത്രം നിൽക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.